സർ, നമ്മൾക്കറിയാം ഇപ്പോൾ ബംഗാളിനെയും അതല്ലെങ്കിൽ കേരളത്തെയും കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം പിണറായി വിജയന്റെ സ്നേഹസമ്പന്നരായിട്ടുള്ള അതിഥി തൊഴിലാളികൾ ഇവിടേക്ക് ഓരോ റെയിൽവേ സ്റ്റേഷനിലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിറങ്ങുന്നതിന് യാതൊരു കണക്കുമില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അതേപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇഷ്ടംപോലെ എണ്ണം കുടിയേറി പാർത്തിട്ടുണ്ടെന്ന് അറിയാം. ഏറ്റവും കൂടുതൽ പൗരത്വ ഭേദഗതിക്കെതിരെ ഏറ്റവും കൂടുതൽ നിലപാടെടുത്തിട്ടുള്ളത് പിണറായി വിജയനും ഈ മമതയുമാണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെയാണ് സർ ഈ പൗരത്വ ഭേദഗതിയെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഈ രണ്ട് സ്റ്റേറ്റുകളിൽ നടക്കുന്ന ഈ കുടിയേറി പാർക്കൽ? കാരണം ഇവിടെ രഹസ്യമായിട്ടാണെങ്കിൽ പോലും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും പോലും ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം പോലും പല ഓൺലൈൻ ചാനലുകാരും അവരുടെ ആ ഒരു ഹിഡൻ ക്യാമറ ഓപ്പറേഷനിലൂടെയൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശികളുടെ ഐഡന്റിറ്റി കാർഡ് പോലും ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലോ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സർ അതിനെയും കൂടി, ആ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയെ കൂടി നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അതായത് CPM-ന് വളരെ കൃത്യമായ അജണ്ട ഉണ്ട്. CPM ഒരു ജനാധിപത്യ പാർട്ടിയല്ല. CPM ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനകത്ത് യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ചൈനയില്, ക്യൂബയില്, കൊറിയയില് പ്രതിപക്ഷ നേതാവിനെ കാണിക്കാമോ? പ്രതിപക്ഷ പാർട്ടിയെ കാണിക്കാമോ? തെരഞ്ഞെടുപ്പിനെ കാണിക്കാമോ? ഇല്ലല്ലോ. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായി തെരഞ്ഞെടുപ്പിനെ തള്ളിക്കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി അവർ വളരെ ഫലപ്രദമായി ചെയ്ത ഒരു കാര്യമാണ്, ബംഗാളിൽ നിന്ന് വരുന്ന തീവ്രവാദി മുസ്ലിങ്ങൾക്ക് ആദ്യം റേഷൻ കാർഡ് കൊടുക്കും, പിന്നെ വോട്ടർ ID കൊടുക്കും, പിന്നെ ബാക്കിയെല്ലാം കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാർഡ് വിഭജനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ CPM-നോ LDF-നോ ഭൂരിപക്ഷമില്ലാത്ത വാർഡുകൾ, അത് BJP ആവട്ടെ, കോൺഗ്രസിന്റെ ആവട്ടെ, സ്വതന്ത്രന്മാര് ആരും ആവട്ടെ, അങ്ങനെയുള്ളവരുടെ വാർഡുകൾ കീറി മുറിച്ച് അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തും. അങ്ങനെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ സൈന്യം ഇന്ന് കേരളത്തിലുണ്ട്. ആ സൈന്യത്തിൽ 40 ലക്ഷം വോട്ടർമാരുണ്ട്. 40 ലക്ഷം. അപ്പൊ 40 ലക്ഷം അതിഥി തൊഴിലാളികൾ എന്ന് ഇവർ വിളിക്കുന്ന ഈ പറയുന്ന റോഹിംഗ്യന്മാരടക്കമുള്ള അപകടകാരികളായിട്ടുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങളെ കേരളത്തിന്റെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്ത് അതിർത്തിക്കകത്തും CPM വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് വാർഡിലും ജയിക്കാൻ CPM-നും ഇടതുപക്ഷത്തിനും ജയിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ താമസിപ്പിച്ച് അവർക്ക് വാടക വീട് കൊടുത്ത്, അവർക്ക് വോട്ടർ ID കൊടുത്ത്, അവർക്ക് ആധാർ കാർഡ് കൊടുത്ത്, തിരിച്ചറിയൽ കാർഡ് കൊടുത്ത്, പാൻ കാർഡ് വേണേൽ അതുവരെ കൊടുത്ത് എല്ലാ സംവിധാനങ്ങളോടും കൂടി വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ചേർക്കും. 40 ലക്ഷം പേരെയാണ് കേരളത്തില് ഇപ്രകാരം CPIM വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നത് എങ്കിൽ കേരളത്തിലെ വോട്ട് ചെയ്യുന്ന ജനസംഖ്യയുടെ, അതായത് വോട്ടർമാരുടെ എണ്ണത്തിന്റെ നിർണായക ശതമാനം വരും. അത് ആ നിർണായകമായ വോട്ടേഴ്സ് കൃത്യമായും LDF-ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൃത്യമായ ഒരു കണക്ക് CPM-ന് കിട്ടും. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായിക്ക് അധികാരത്തിൽ വരാൻ ഈ 40 ലക്ഷം ബംഗ്ലാദേശി മുസ്ലിങ്ങളും അവർക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന റോഹിംഗ്യന്മാർക്കും CPIM-മായി രഹസ്യ ബന്ധം ഉണ്ട്. അത് വലിയൊരു അജണ്ടയാണ്. ഈ അജണ്ടയായിരിക്കും ഇവിടെ നടപ്പാകാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് കേരളത്തിലെ UDF ആണെങ്കിലും BJP ആണെങ്കിലും CPM അല്ലെങ്കിൽ ആ CPM മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമില്ലാത്തവരും അതീവ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. 40 ലക്ഷം ബംഗ്ലാദേശി മുസ്ലിങ്ങളെ CPM-ന്റെ അണികളാക്കി മാറ്റി, വോട്ടർമാരാക്കി മാറ്റി കേരളത്തിന്റെ അധികാരം എന്നേക്കുമായി പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കമാണ് നടക്കുന്നത്. ഇതിന് കേരളത്തിലെ സംഘടിത തീവ്രവാദി മുസ്ലിം സംഘടനകൾ പിന്തുണ കൊടുക്കുകയും ചെയ്യും. അതായത് നമ്മളിപ്പോ സാധാരണ ഇലക്ഷന്റെ കണക്കുകൾ പറയുന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും ഇലക്ഷൻ പണ്ഡിതന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈഴവ വോട്ട്, മുസ്ലിം വോട്ട്, നായർ വോട്ട്, ക്രിസ്ത്യൻ വോട്ട് ഇങ്ങനെയൊക്കെ വോട്ടിന്റെ എണ്ണം പറയുമ്പോൾ മനഃപൂർവ്വം പറയാത്തൊരു കാര്യമുണ്ട്, റോഹിംഗ്യൻ വോട്ട്, ബംഗ്ലാദേശി വോട്ട്. ഇത് പറയുന്നില്ലല്ലോ. ഇത്തവണ ഈ ബംഗ്ലാദേശി വോട്ടും ഈ റോഹിംഗ്യൻ വോട്ടുമായിരിക്കും കേരളത്തില് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നത്. നമ്മൾ പതിവ് പോലെ ഹിന്ദു വോട്ട്, മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, ന്യൂനപക്ഷ വോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും
അതിനെയൊക്കെ കടത്തിവെട്ടാൻ കഴിയുന്ന സംഖ്യയാണ് ഇവരുടെ കൈവശമുള്ളത്. ഇപ്പൊ ഞാനതിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തില് എത്ര ഈഴവ വോട്ടുണ്ടെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കണക്ക് 60 ലക്ഷം മുതൽ 90 ലക്ഷം വരെ ആയിരിക്കും. എത്ര നായർ വോട്ടുണ്ടെന്ന് ചോദിച്ചാൽ 25 ലക്ഷം മുതൽ 40 ലക്ഷം വരെ എന്ന് സുകുമാരൻ നായർ പറഞ്ഞെന്നിരിക്കും. ബാക്കിയുള്ളവരും അവരുടെ അനുസരിച്ചുള്ള കണക്കുകൾ മുന്നോട്ട് വയ്ക്കും. ക്രൈസ്തവ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക വോട്ട് എത്ര, യാക്കോബായ എത്ര, സുറിയാനി എത്ര, മലങ്കട എത്ര, ഓർത്തഡോക്സ് എത്ര, അങ്ങനെ ഏതാണ്ട് 76 ജാതി വോട്ടുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ. അവരും അതിന്റെ കണക്കെല്ലാം പറയും. പക്ഷെ ഈ കണക്കെല്ലാം പറയുന്ന ഇവിടുത്തെ പണ്ഡിതന്മാർ, ബൈജു ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, വലിയ തെരഞ്ഞെടുപ്പ് വിശാരദന്മാരും വിശകലനന്മാരും ഒക്കെ ഉണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബംഗാളി മുസ്ലിം വോട്ട് ഇത്ര ലക്ഷം കേരളത്തിലുണ്ട് എന്ന്? എന്തുകൊണ്ടാ പറയാത്തത്? റോഹിംഗ്യൻ വോട്ട് ഇത്ര ലക്ഷം കേരളത്തിലുണ്ട് എന്തുകൊണ്ടാ പറയാത്തത്? ഇവർക്കാർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലോ. ഈ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, 40 ലക്ഷം ബംഗ്ലാദേശി വോട്ടുകൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവനെ ഇവിടെ ചേർത്തിരിക്കുന്ന ഉത്തർപ്രദേശിലെ തിരിച്ചറിയൽ കാർഡ്, ബീഹാറിലെ തിരിച്ചറിയൽ കാർഡ്, ഒറീസയിലെ തിരിച്ചറിയൽ കാർഡ്, ആസാമിലെ തിരിച്ചറിയൽ കാർഡ്. അപ്പൊ കണക്ക് നോക്കുമ്പോ എന്താ? യു പിയിൽ നിന്ന് വന്ന ഇത്ര ലക്ഷം, ബീഹാറിൽ നിന്ന് വന്ന ഇത്ര, ഒറീസയിൽ നിന്ന് വന്ന ഇത്ര, ആസാമിൽ നിന്ന് വന്ന ഇത്ര. ബംഗ്ലാദേശികൾ എത്ര? ബംഗ്ലാദേശികളില്ല. പിന്നെ കുറച്ച് പശ്ചിമ ബംഗാളുകാരുണ്ട്, അത്രേ ഉള്ളൂ. നമുക്കൊന്നും പിടികിട്ടുകയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിയാലും, അല്ലെങ്കിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും, ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവർ കൊടുത്തിരിക്കുന്ന തിരിച്ചറിയൽ കാർഡ് അടക്കം, റേഷൻ കാർഡ് അടക്കം എടുത്തിട്ട് പരിശോധിച്ചാലും, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വെച്ച് പരിശോധിച്ചാലും, ഇതിനകത്ത് വരുന്ന ബംഗ്ലാദേശികളെയോ മുസ്ലിങ്ങളെയോ റോഹിംഗ്യൻ അപകടകാരികളെയോ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഭരണത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരണത്തിൽ ഇരുന്നുകൊണ്ട് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ട്. ഇവരുടെ പശ്ചാത്തലം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട പോലീസ്, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ന് നിശബ്ദമാണ്. അവർക്ക് പിന്തുണ കൊടുക്കുകയാണ്. പലപ്പോഴും ഇവരുടെ ക്യാമ്പുകളിൽ കയറി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഡൽഹി പോലീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗുജറാത്ത് പോലീസ് ആയിരിക്കും. അതായത് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെ പോലീസ് വന്ന് തെളിവ് സഹിതനെ പൊക്കി കഴിയുമ്പോഴാണ് കേരള പോലീസ് അറിയുന്നത്. എന്തുകൊണ്ടാ? കേരള പോലീസ് ഇവർക്ക് പിന്തുണ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നക്സലൈറ്റുകൾ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് നക്സലൈറ്റുകളെ വെടിവെച്ചിടുകയും ഓടിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും സുരക്ഷിത താവളമായിട്ട് വന്ന് കയറുന്ന എവിടെയാണ്? കേരളത്തിന്റെ വനങ്ങളിലാണ്. അങ്ങനെ കേരളം എന്ന് പറയുന്നത് ആഗോള ഭീകരതയുടെ ഒരു കളിത്തൊട്ടിലായി, അതുപോലെ തന്നെ ഹാച്ചറിയായി, ഇറ്റില്ലമായി, സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുക. അതിനിവിടുത്തെ UDF LDF ഒരുപോലെ പിന്തുണ കൊടുക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ വന്നാൽ ഒരു സംശയവും വേണ്ട, ഇന്ന് നമ്മൾ ബംഗാളിൽ കാണുന്ന ചിത്രം നാളെ കേരളത്തിൽ ആവർത്തിക്കപ്പെടും. അതിനുള്ള എല്ലാ സമാന സാഹചര്യങ്ങളും കേരളത്തിൽ ഇവര് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM-ഉം കോൺഗ്രസും അടക്കം ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പലപ്പോഴും മതേതര മുഖം മൂടി ജനാധിപത്യ സൗമ്യ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗ് മെലിഞ്ഞു പോകും. അതുകൊണ്ട് മുസ്ലിം ലീഗും തീവ്രവാദ നിലപാടിലേക്ക് മാറേണ്ടി വരും. അതായത് പുറമെ അവര് തീവ്രവാദിയല്ല, അകമേ തീവ്രവാദിയാണ്, അതിഭീകര തീവ്രവാദിയാണ് മുസ്ലിം. അതുകൊണ്ടാണല്ലോ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മനാട്ടിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ലീഗ് പറഞ്ഞത്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇനി ഞങ്ങളെക്കാൾ വലിയ ഒരു ലഷ്കർ-ഇ തോയ്ബ വേണ്ട, അത്ര വലിയ തീവ്രവാദിയായി മുസ്ലിം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ISIS ആണെങ്കിലും ലഷ്കർ-ഇ തോയ്ബയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഭീകരവാദിയാണെങ്കിലും അതിനേക്കാൾ വലിയ ഭീകരത തോക്കെടുക്കാതെ ബാലറ്റ് പേപ്പറിൽ കൂടി സൃഷ്ടിച്ച മുസ്ലിം ലീഗ് ഇവിടെയുണ്ട്. അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും CPM-ഉം ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ കൂടി സഹായത്തോടു കൂടി നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന 40 ലക്ഷം പേരും കേരളത്തിലെ വോട്ട് ബാങ്കിൽ 90 ലക്ഷത്തിനടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ മുസ്ലിം സംഘടിത വോട്ടും കൂടി ചേർന്നാൽ 1,30 ലക്ഷം മുസ്ലിം വോട്ട് ഈ കേരളത്തിലുണ്ട്. ഇത് ഇവിടുത്തെ പൊട്ടന്മാരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് പാകിസ്ഥാൻ ആവുക തന്നെ ചെയ്യും. കാരണം കേരളത്തിലെ ജനസംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ പറയും 3.5 കോടി എന്ന് പറയും. ആ 3.5 കോടിയിൽ 1.25 കോടി മുസ്ലിങ്ങളായി കഴിഞ്ഞു. അതിനകത്ത് 40 കോടി ഇവിടുത്തെ അല്ല എന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു വലിയ ജനസംഖ്യാ മഹാവിസ്ഫോടനം കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈ ജനസംഖ്യാ വിസ്ഫോടനം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ വിസ്ഫോടനമാണ്. ഇത് ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ UDF-ഉം LDF-ഉമാണ്. പക്ഷേ കുറെ കൂടി ബുദ്ധിയുള്ള ക്രൈസ്തവ സമൂഹം ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ സ്കൂളുകളിലും ആശുപത്രികളിലും കോളേജുകളിലും എന്ന് വേണ്ട അവരുടെ ഇനി പള്ളിക്കകത്ത് വരെ നിസ്കാരമുറി ചോദിക്കുന്ന ഒരു കാലം വന്നിരിക്കുക. ഇപ്പോ
നിസ്സഹായരാണ്. കാരണം ഇപ്പൊ പള്ളിപ്പറമ്പില് ധാരാളം തോട്ടങ്ങളുണ്ടല്ലോ പള്ളിക്ക്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പള്ളിക്ക് എല്ലാ പള്ളിക്കും ഒരു 5 ഏക്കർ മുതൽ ഒരു 50 ഏക്കർ വരെ റബ്ബർ തോട്ടമുണ്ട്. ഈ റബ്ബർ തോട്ടത്തിലെല്ലാം ഇപ്പൊ ബംഗാളികൾ പണിയാൻ വരുന്നുണ്ട്. ഇനിയിപ്പോ നാളെ അവർ പറയാണ് പള്ളിയിൽ നിങ്ങൾ കുർബാന നടത്തുമ്പം ഞങ്ങൾക്ക് നമാസ് നടത്താനുള്ള ഒരു മുറിയും കൂടെ പള്ളി തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നമാസ് നടത്തി കഴിഞ്ഞ് നിങ്ങൾ കുർബാന നടത്തിയാൽ മതി, തൽക്കാലം ചേട്ടന്മാരിടയ്ക്ക് പുറകോട്ട് നിന്നോളാം പറഞ്ഞാൽ നിൽക്കല്ലാതെ ഒരു ഗതിയില്ല. കാരണം ഭരണകൂടം അവരുടെ ഇല്ല, സംവിധാനം അവരുടെ ഇല്ല. അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികൾ കയറി ഇവിടുത്തെ റോഹിംഗ്യന്മാരെ നിസ്കരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതിന് പിന്തുണ കൊടുക്കാൻ ഇവിടെ CPM ഉണ്ടായിരിക്കും, അതിന് പിന്തുണ കൊടുക്കാൻ ഇവിടെ കോൺഗ്രസ്സുകാരനുണ്ടായിരിക്കും. ഇതാണല്ലോ ഇവിടുത്തെ അവസ്ഥ. CPM-ന്റെ ഓഫീസിൽ വീട്ടിൽ ഗണപതി ഹോമം നടത്തിയതിന്റെ ചന്ദനക്കുറിയുമായിട്ട് ചെന്ന സഖാവിനെ മുകളിലത്തെ പദവിയിലിരിക്കുന്ന മുസ്ലിം സഖാവ് നിർത്തി പൊരിച്ചത് കൊണ്ട് ആലപ്പുഴയിലെ ലോക്കൽ കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച കഥ നമുക്കറിയാം. രാജിവെക്കാനുള്ള പ്രധാന കാര്യം എന്താണെന്നറിയാമോ? അത് കഴിഞ്ഞ് പിന്നീട് പാർട്ടിയുടെ ഒരു സമ്മേളനം നടക്കുമ്പോ ഈ പുറത്തിറക്കി വിട്ട, അതായത് ചന്ദനക്കുറിയും കൊണ്ട് ചെന്ന സഖാവിനെ ആക്ഷേപിച്ച് പാർട്ടിയിലെ ഓഫീസിനകത്തുനിന്ന് ഇറക്കി വിട്ടവന്റെ ബാപ്പ മുസ്ലിമിന്റെ മറ്റേ മാൻഡിൽ തൊപ്പിയിട്ടുകൊണ്ട് പാർട്ടി പതാക ഉയർത്താൻ വന്നപ്പം ഈ ഹിന്ദു നാമധാരികളായ ജന്തുക്കൾക്ക് നൊന്തു. അന്നേരം അവർ അതിനെ ചോദ്യം ചെയ്ത് പറഞ്ഞ് മിണ്ടിപ്പോരുത്, മതേതരത്വമൊക്കെ ഹിന്ദുവിന്റെ നേരെ മതി എന്ന് പറഞ്ഞു. അവർ രാജിവെച്ച് പാർട്ടിക്ക് പുറത്തു വന്നു. ഇന്നിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളും അതിനേക്കാൾ തിരുമണ്ടന്മാരായിട്ടുള്ള കോൺഗ്രസ് ഹിന്ദുക്കളും അടി കിട്ടിക്കഴിയുമ്പോൾ ഈ 1920 എന്താണോ സംഭവിച്ചത് അതുപോലെ എടുത്തിട്ട് അടിക്കുന്ന യുവന്മാരെ ആയിരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഇപ്പൊ BJP-യുടെ കൂടെ കൂടിയിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കും BJP-ക്കാർക്കും അവരുമായിട്ട് ബന്ധമുള്ളവർക്കും ഒക്കെ ഈ അടി കിട്ടാൻ പോകുന്നില്ല. കാരണം അടിച്ചാൽ തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ ഈ സംവിധാനം ഇല്ലാത്തവന്മാരോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ പറഞ്ഞ UDF ഹിന്ദു, ഈ പറയുന്ന LDF ഹിന്ദു, ഇവനൊക്കെ അടി കൊള്ളാൻ നേരത്ത് നീ UDF ആണോ LDF ആണോ എന്നൊന്നും നോക്കിയല്ല, തുണി പൊക്കി നോക്കുമ്പം ഇത് സാധനം അവൻ്റെതല്ല എന്നുണ്ടെങ്കിൽ അടി കൃത്യമായിട്ടും കിട്ടിയിരിക്കും. അന്നേരം ഞാൻ കോൺഗ്രസ് ആണേ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണേ, ഞാൻ നിന്റെ സഖ്യകക്ഷിയാണേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അടി മേടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. അത് മാറ്റിയത് ഇവിടുത്തെ LDF-ഉം UDF-ഉം ചേർന്നാണ്.